ഫ്രണ്ട്സ് സ്റ്റോറി കേട്ടപ്പോൾ ഐഡൽ ബേബി നമുക്ക് വീണ്ടും സ്റ്റോറി നമുക്ക് നോക്കാം. ആ തമന ये पापा जी क्या पापा जी प्रॉब्लम എന്തിട്ട് ഇങ്ങനെ പറയാം പാപ്പ ക്യാ പ്രോബ്ലം ക്യാ ഹേ പാപ്പ തമന ബിസിനസ്സിനെ നോക്കുന്നുണ്ട്. ഡാഡ് എനിക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ല ഡാഡിൻ്റെ പറഞ്ഞിട്ടൊന്നുമില്ല ഡാഡ്. ശരി തമന ഈ ബിസിനസ് നോക്കിക്കോളും ഡാഡ്. എനിക്ക് ബിസിനസ് പ്ലാൻ ഒന്നുമില്ല ഡാഡ്. തമന പ്രശ്നമുള്ളൂ ഡാഡ്. ഞാൻ ഇപ്പോൾ കമ്പനി സിഒ നമ്പർ 1 സിഒ അതുക്ക് എൻ്റെ പ്രശ്നം ഡാഡ്. ഡാഡ് സിംഗ് പറഞ്ഞ ഡയറക്ടറായത് എന്ത് ചെയ്യാം ഡാഡ്. എല്ലാ കമ്പനി ബിസിനസ് ഡാഡ് ഇപ്പോൾ ഡാഡ് ബിസിനസ് എന്നോട് നോക്കാൻ പറഞ്ഞ ഞാൻ എന്താ ഡാഡ് ബിസിനസ് ചെയ്യാം. ഒന്നും പ്രശ്നമില്ല ഡാഡ്. എൻ്റെ ചേട്ടനെവിടെ? തമന ചേട്ടനാ ചേട്ടൻ ഇല്ല എടാ പാപ്പ ക്യാ പാപ്പ ഡാഡ് വിളിക്കടാ. നീ ഇവനൊരു കാര്യം എന്താടി പറ്റി ചേട്ടാ പ്ലീസ് ഡാഡ്. ചേട്ടന് ബിസിനസ് നോക്കും ചേട്ടാ. ആ ബിസിനസ് എനിക്ക് തരാൻ പറ്റുമോ? അയ്യോ തമന പറഞ്ഞേക്ക് ഈ ഐഡൽസ് സിംഗ് ആക്ടർ അത് ബിസിനസ് ഞാൻ നോക്കിക്കോളാം. നീ ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ് മറ്റേ ബിസിനസ് നീ നോക്കിക്കോ. മോഡൽസ് അതുള്ള ഉണ്ടാകുന്നില്ലേ അതിൽ നോക്കിക്കോ. ഇത് നിനക്ക് ചെയ്യാൻ പറ്റില്ലമ്മ. നിറയെ ഐഡൽസ് എല്ലാം നിന്നെ കൊണ്ട് ഫ്രൈറ്റിക് ചെയ്യും. ആ ഡ്രസ്സ് പറയില്ല ഡാഡ് പറഞ്ഞേക്ക്. ശരിടി നീ പോ ബിസിനസ്സിൽ നോക്ക്. ഇരുവൻ ചേട്ടൻ നോക്കാം. ശരി ഡാഡ്. അങ്ങനെ മുറച്ച് തമാൻ അവിടെ നിന്ന് പോയി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് തമാനക്ക് മാരേജ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. തമാനക്ക് മാരേജ് ഇഷ്ടമില്ലായിരുന്നു. ഒരു ആക്ടർക്ക് തമാനന് ഇഷ്ടപ്പെട്ടുമായിരുന്നു. തമാനനെ വൺ സൈഡ് റൂട്ട് ബിടാം. അവനേക്കോളോട് നിറയെ അവൻ കുറച്ച് പേ ബോയാണ്. നിറയെ ഗേൾസിനെ ഇങ്ങോട്ട് ഇങ്ങനെ റൊമാൻസിങ് അങ്ങനെ ഓരോന്ന് ഗേൾസിനെ കൂടെ ആക്ട്രസ്മാരെ നടിമാരെ കൂടെ അവൻ റൊമാൻസ് ചെയ്യും. അങ്ങനെ ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടുമായിരുന്നു. അവനൊരു ആക്ടറാണ്. അങ്ങനെ ബോൾ ആക്ടർ അവനൊക്കെ ഹീറോയിനെ കണ്ട് മാരേജ് ഇങ്ങനെ വൺ നൈറ്റ് കേട്ടായിരുന്നു ഹീറോയി. പോടാച്ചി നിന്നെ കൂടെ ഞാനങ്ങനെ ഇരിക്കരുതെന്ന് ഹീറോയി പറഞ്ഞു. അതുകൊണ്ട് ഹീറോയി കൂടെ എങ്ങനെയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു മാരേജ് ചെയ്യാൻ പ്ലാൻ ഇട്ടു. അശോക് പറഞ്ഞേക്ക് എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അശോക് പറയാൻ തുടങ്ങി. എൻ്റെ കൂടെ മാരേജ് കണ്ടിട്ട് തന്നെ ചെയ്യണോ. അങ്ങനെയായിട്ട് മാരേജ് ചെയ്യാൻ പറ്റില്ല. തമാന ശരി ഇവിടെ ഇരുന്നാവില്ല. ഹലോ ചേട്ടാ അർജുൻ ഇങ്ങോട്ട് വാടാ. എന്ത് പറ്റിയിടാ? അശോകൻ മാരേജ് ചെയ്യാൻ പറഞ്ഞു അർജുനോട് പറഞ്ഞു. അർജുൻ പറയാൻ തുടങ്ങി. എന്താ പറ്റി എടാ? എനിക്ക് മാരേജ് ഇഷ്ടമില്ല. അവൻ മാരേജ് പ്ലാൻ ചെയ്യാം. അത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യുന്നത്? ഞാനിവിടുന്ന് മുങ്ങാൻ പോവാം. അശോക് നീ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല നിനക്കറിയില്ല അർജുൻ. ഞാൻ ഇവനെ കല്യാണം കഴിക്കില്ല അർജുൻ. ഞാനിവിടുന്ന് ഓടിപ്പോവാം. എന്താടി നീ പറയുന്നത്? അതേടാ പറഞ്ഞേക്ക്. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അത് മാത്രമല്ല ഇവനിക്ക് മാരേജ് കഴിപ്പിച്ച് കൊടുക്കാൻ എൻ്റെ ഒരു സൂത്രമുണ്ട്. എന്താടി പറഞ്ഞ അർജുൻ ചോദിച്ചു. ഇവിടെ നോക്ക്. ഹായ് ഗേൾ. ഹായ്. എന്താ ഇവളാണ് അറിയോ നിനക്ക്? ഇത് റൗഡി ഗുണ്ടൻ്റെ അതെ അവിടെ ഉള്ള ഒരു അങ്കിൾ അറിയില്ലേ നിനക്ക്? അറിയൂ അർജുൻ പറയാം. ഇവള് റൗഡിൻ്റെ മകളല്ലേ? റൗഡി ഗെയിംസ് അറിഞ്ഞല്ലേ നമുക്ക്? റൗഡി അങ്കിളിൻ്റെ മകളല്ലേ ഇവൾ? അതെ മകൾ. ഇവൾ അവനെ ലവ് ചെയ്യാം. അതുകൊണ്ട് ഇവനക്ക് അവൾക്ക് മാരേജ് ചെയ്യിപ്പിക്കാം. ഇതാണ് എൻ്റെ പ്ലാൻ. എന്താ ഇതാണ് എൻ്റെ പ്ലാൻ? അതെ ഇവൾക്ക് അവനെ ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഇവളെ അവനെ കല്യാണം കഴിച്ച് കൊടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അറിയില്ല നിനക്ക്? അതുമാത്രമല്ല ഇവളെ ഡാഡി വേറെ റൗഡി മാത്രമല്ല ഒരു ഹോം മിനിസ്റ്ററാണ്. അതുകൊണ്ട് മിനിസ്റ്ററുടെ മകളാണല്ലേ? അതെ ആ റൗഡി മിനിസ്റ്ററിൻ്റെ മകൾ. നിനക്ക് ഓക്കെ അല്ലേടി? ഓക്കെ ചേച്ചി. പ്ലീസ് ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഹെൽപ്പ് ചെയ്യാം. ശരിമ്മാ ചേച്ചി വിളിക്കാം. അർജുൻ പറയാം. ഇവൾക്ക് എത്ര വയസ്സായി? ഒന്നും പ്രശ്നമില്ലടാ. ഇവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് മോശമില്ല. എൻ്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ടിരുന്ന പ്രശ്നമല്ലടാ. എനിക്ക് ഒരേജിക്ക് ഇവള് ചെറുതാണ്. അത് 1 വയസ്സ് 1 വയസ്സിക്ക് ഞാൻ വലുതാ. അതുകൊണ്ട് ഇവൾ ചേച്ചി വിളിച്ചാൽ ഒരു പ്രോബ്ലമില്ലടാ അർജുൻ. അങ്ങനെ അർജുൻ ശരി ഓക്കെ. അർജുൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എങ്ങനെ മാരേജ് ചെയ്യിപ്പിക്കാൻ. എന്തായാലും ഹീറോയിൻ്റെ ഡാഡിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ഡാഡ് ഒരു കാര്യം പറ, എനിക്ക് മാരേജ് ഇഷ്ടമില്ല.
ഹീറോയിൻ്റെ ഡാഡി അർജുൻ പറയാൻ തുടങ്ങി. അർജുൻ ചേട്ടാ അച്ഛാ ഈ കല്യാണം വേണ്ട അച്ഛാ. എനിക്കും കല്യാണം ഇഷ്ടമല്ല. അർജുനക്ക് ഷോക്ക്, തമനക്ക് ഷോക്ക്. എന്താ അച്ഛാ പറയുന്നത്? അതെ എനിക്ക് മാരേജ് ഇഷ്ടമല്ല. അവനോട് പ്ലേ ബോയ് എന്നറിയോ, അവനോട് മെർട്ടയാണ് എന്നെ. എന്താ? അതെ അവനെ മാരേജ് കഴിച്ചാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അവനൊന്നും മരട്ടിയായിരുന്നു, അതുകൊണ്ട് മാരേജ് കഴിക്കാൻ പറ്റില്ല. ഞാനൊരു പ്ലാൻ പറയാൻ തുടങ്ങി. ഈ പ്ലാനൊക്കെ ഹെൽപ്പ് ചെയ്യാം, ഓമൻസ്റ്റോർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. എന്തായാലും അവൻ അതെ അവനിപ്പോൾ ഫേമസ് ആണ് എൻ്റെ കമ്പനിയിൽ. വിഷമിക്കണം ഡാഡിൻ്റെ പ്ലാനൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല ഡാഡി കമ്പനിയിൽ ഫേമസ് ആക്ടർ വേണം ഡാഡ്. അതെ കമ്പനിക്ക് അവൻ എന്നെ അടിച്ചു തരെല്ലാം പറഞ്ഞായിരുന്നു. ഡാഡി വിഷമിക്കണ്ട, ആഡിൽ അഭിനയിക്കാൻ ഞാൻ ആൾ സെറ്റ് ചെയ്യാം. അച്ഛനെ വിഷമിക്കണ്ട, ഞാൻ പോവാണ്. മോൾ എവിടേക്ക് പോരാ? ഞാൻ എവിടേക്ക് പോകുന്നത് കാര്യം പറയാൻ പാടില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് തമാന അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ രാത്രി 10 മണിക്ക് തമാന അവിടുന്ന് മുങ്ങിപ്പോയി. അതെ നൈറ്റ് 10 മണിക്ക്. അങ്ങനെയായിട്ട് വണ്ടിയിൽ ഇങ്ങനെ കാറിൽ പോകുമായിരുന്നു. അർജുൻ പറയാൻ തുടങ്ങിയായിരുന്നു, എടാ അമ്മച്ചാ നീ എൻ്റെ അനിയത്തെ ശ്രദ്ധിച്ചു നോക്കിയാണോ? ശരി. അതിനായിട്ട് അർജുൻ പറയുന്നത് കേട്ട് അവന് കൂടെ പോയായിരുന്നു. ഫ്രണ്ടാണ്. അവർ രണ്ടുപേർ അവിടെ താമസിക്കട്ടെ. അങ്ങനെയായിട്ട് രണ്ടുപേർ. പിന്നെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, റോസിൻ്റെ ചേട്ടനായിരുന്നു. റോസ് പറയുന്നത്, മച്ചി നീ പോകുന്നത് ശരി തന്നെ, എന്നെ കൂടെ പോകുന്നടി. അതെ അങ്ങനെയായിട്ട് തമന എനിക്ക് പറയുന്നത് ഒരു കുട്ടി പറയുന്നുണ്ട്, പ്രിയ എന്ത് പറ്റിയടി തമന? എന്നിട്ട് തമന എന്നെ ഇവിടെ കൊണ്ടുപോവാ. തമന മുറിക്കാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ. അങ്ങനെയായിട്ട് അവർ എല്ലാവരും അങ്ങനെയായിട്ട് അവർ പോകാൻ തുടങ്ങിയായിരുന്നു. കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റ് നെക്സ്റ്റ് പോകുന്ന പ്ലാനായിരുന്നു. ഇതാർക്കും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഡാഡിക്ക് ഓൾറെഡി സീക്രട്ട് റൂമുണ്ട്. ആ സീക്രട്ട് റൂമിലാണ് കോൾ ചെയ്തത്. അവിടെ സീക്രട്ട് ഫോൺ ഉണ്ടായിരുന്നു. അതിൽ സംസാരിക്കുന്നു. ഡാഡിയോട് പറഞ്ഞു ഓക്കെ തമന എന്ന് ഡാഡി പറഞ്ഞു. അങ്ങനെയായിട്ട് അവരെല്ലാവരും ഒന്ന് പോയി അവിടേക്ക് ഡൽഹിയിൽ നിന്ന് ഇറങ്ങി. ചേട്ടാ റൂം എടുത്തു. അങ്ങനെ കുറച്ച് അവിടെ എൻജോയ് ഷോപ്പിംഗ് ഡൽഹിയിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങി. ഷോപ്പിംഗ് ഈ പ്ലേസ് ഭംഗിയായിട്ടുണ്ട്.